ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബൺദോശ തയ്യാറാക്കിയാലോ. അരിയും ഉഴുന്നും ഒന്നും കുതിർത്ത് അരയ്ക്കാതെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണിത്. ഇത് ഞാനൊരു ടൊമാറ്റോ ചട്നിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിനോടൊപ്പം കറികൾ വേണമെന്നൊന്നും നിർബന്ധമില്ല. കറികളൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ പറ്റുന്നൊരു ദോശയാണിത്. നല്ല ബൺ പോലെ തന്നെ സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടും അതുപോലെ നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബൺദോശ എന്ന് പറയുന്നത് കേട്ടോ. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നൊന്ന് നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 കപ്പോളം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഏകദേശം 1 മിനിറ്റോളം മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതാഇപ്പോൾ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കേണ്ടതായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബൺദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ദോശമാവൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഈ ബൺദോശ തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ഈ റവയും തൈരും മാത്രം മതി. ഇതിന് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെയും ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിലേക്ക് 1 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, 2 പച്ചമുളകും നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ള 1 ക്യാരറ്റും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതും മല്ലിയില ചോപ്പ് ചെയ്തിട്ടുള്ളതും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. വെജിറ്റബിൾസ് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് വെജിറ്റബിൾസ് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി അത്യാവശ്യം വെള്ളം കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാതെയും ഇത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും കേട്ടോ. അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ബൺദോശയുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതായിപ്പോൾ 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ബാറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബാറ്റർ അത്യാവശ്യം കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു തട്ട്ക പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ അതിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ തന്നെയാണ് ബൺദോശ തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1-2 തവി മാവ് നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം വലിപ്പം വേണം എന്നുള്ളതനുസരിച്ചാണ് മാവ് ഒഴിക്കേണ്ടത്. ഇനി ഇതുപോലൊരു മൂടി വെച്ച് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം മീഡിയം ടു ലോയിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി. 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അല്പം നെയ്യ് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 4 സൈഡും ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. നന്നായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വേവൊന്ന് നോക്കി 1-2 മിനിറ്റ് ഒന്ന് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ വെന്ത് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിൻ്റെ ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ. ഇതുപോലെ തന്നെ മാവ് കോരി ഒഴിച്ച് ഞാനിവിടെ ബൺദോശ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ബൺദോശ നല്ല സോഫ്റ്റായിട്ടും സ്പോഞ്ചി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ ഇതുപോലെ തന്നെ നല്ല ആരൊക്കെ വന്നിട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ബൺദോശ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.